ഫൈനലി സോണി FX5 റിലീസായിരിക്കുകയാണ്. FX3 റിലീസായി ഒരു 5 വർഷത്തിന് ഇപ്പുറമാണ് FX5 റിലീസ് ചെയ്യുന്നത്. ഒരുപാട് വെയിറ്റ് ചെയ്തൊരു ക്യാമറ ആയിരുന്നു. എന്നാൽ വെയിറ്റ് ചെയ്തതിന് വെർത്താണോ? ഒന്നും പറയാനില്ല, ഞെട്ടിച്ചിരിക്കുകയാണ്. ഓപ്പൺ ഗേറ്റ്, സോണിയുടെ ഫസ്റ്റ് ഓപ്പൺ ഗേറ്റ് ക്യാമറ ഇതാണ്. 5K 60fps ഓപ്പൺ ഗേറ്റിൽ ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 5K 16:9 120fps ഷൂട്ട് ചെയ്യാൻ പറ്റും, നോ ക്രോപ്പ്. 4K 240fps ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ഈ ക്യാമറയുടെ ഹൈലൈറ്റ്. 16.6 മെഗാ വരുന്ന ഫുള്ളി സ്റ്റാക്ക്ഡ് സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീഡിങ് സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അതേപോലെ കളേഴ്സിലും നല്ല മാറ്റം ഉണ്ടാവും. അത് FX3യെ സംബന്ധിച്ചിടത്തോളം FX3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FX5ൻ്റെ കളേഴ്സിലും കുറച്ച് ബൂസ്റ്റ് ഉണ്ടാവും. അതായത് ഒരു റെഡ് കുറച്ച് കയറിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്, റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ റെഡ് കുറച്ച് കയറിയ പോലെയാണ് ഫീൽ ചെയ്തത്. ബട്ട് അത് നൈസാണ്. 4K 240fps ഇപ്പോൾ അതിനകത്തില്ല, ഒരു ഫേംവെയർ അപ്ഡേഷനിലൂടെയാണ് അത് കൊണ്ടുവരുന്നത്. ഈ 240fps ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറക്കകത്ത് ചെറിയൊരു ക്രോപ്പ് വരും. അല്ല, 80% നമുക്ക് ഷൂട്ട് ചെയ്യുള്ളൂ, 20% ക്രോപ്പ് വരും. അതായത് 3.5K ഒക്കെ റെസൊല്യൂഷനെ നമുക്ക് എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എടുത്ത് പറയേണ്ടതാണ് ട്രിപ്പിൾ ബേസ് ISO 800, 4000, 12800. FX3ൽ 800ഉം 12800ഉം ഉള്ളൂ. എന്നാൽ ഇതിനകത്തൊരു 4000 കൂടെ വന്നിട്ടുണ്ട്. FX3 യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചു പോകും, ഈ ഒരു 800 നമുക്ക് ലൈറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ പോകുന്ന 12800ലോട്ടാണ്. അതിനിടയിൽ ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയിട്ടുണ്ട്. ഈ FX3 ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. ഈ 4000 ഒരു അടിപൊളി ബേസ് ISO ആണ്. കാരണം കുറച്ചുകൂടെ ലോ ലൈറ്റ് ഒന്നുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിനിമാ ക്യാമറകളിൽ കണ്ടുവരാത്ത ഒന്ന് ഇതിനകത്തുണ്ട്, ഡുവൽ ഗെയിൻ. ശരിക്കും അത് എല്ലായിടത്തും പോസിബിൾ ആവില്ല. ഈ ക്യാമറയിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഫീച്ചേഴ്സ് അതാവാൻ സാധ്യതയുണ്ട്. കാരണം എല്ലായിടത്തും ഇത് പോസിബിൾ ആവില്ല. ചില ലോ ലൈറ്റ് സിറ്റുവേഷനിൽ, ചില ഇൻഡോർ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ അവൈലബിൾ ലൈറ്റിൽ വരെ ഇതിന് ബ്യൂട്ടി വേറെ തന്നെ ആയിരിക്കും. ഡുവൽ ഗെയിൻ ഒരു സിനിമാ ക്യാമറകളിലും ഇതുവരെ ഇല്ല. ഫസ്റ്റാണ് ഒരു സിനിമാ ക്യാമറയിൽ വരുന്നത്. സോണിയുടെ തന്നെ R6 ഈ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഡുവൽ ഗെയിൻ കൊണ്ട് നമ്മുടെ ഷാഡോസിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. പിന്നെ മെയിൻലി സോണി ഈ ഒരു കോമ്പാറ്റബിൾ ബോഡിയിൽ ഇൻറ്റേർണൽ റോ ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അതും 16 ബിറ്റ് ഇൻറ്റേർണൽ റോ. ഇറ്റ്സ് ഓസം. എന്താ പറയുക, 16 ബിറ്റ് ഇൻറ്റേർണൽ റോ, അതും XOZN കൊഡാക്കിൽ 16 ബിറ്റ് ഇൻറ്റേർണൽ റോ FX5 ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ XOZN എന്ന് പറയുന്നത് വെനീസിലെ ഒരു കൊഡാക്കാണ്. ഈ വെനീസിലെ XOZN LT, അതായത് ലേറ്റ് വേർഷൻ. അതിന് മുകളിൽ സ്റ്റാൻഡേർഡ് ഹയർ റേറ്റുള്ള 2 വേർഷന് വെനീസിലുണ്ട്. പക്ഷേ അതിൻ്റെ ലേറ്റ് വേർഷനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അത് ഒട്ടും മോശമല്ല. അത് FX5 വന്നപ്പോൾ അവർ ഇതിനെ ഒന്ന് കംപ്രസ് ചെയ്ത് C1 C2 എന്ന് പറഞ്ഞിട്ട് 2 വേർഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് LT തന്നെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ കാര്യങ്ങൾ അതിനകത്താണ് കിട്ടുന്നത്. എന്നാൽ C1ലും C2 കംപ്രസ്ഡ് ആണ്. അത് കളേഴ്സിൽ കാര്യങ്ങളിലൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. ഡീറ്റെയിൽ ഒന്നുകൂടെ കിട്ടുന്നത് LT വേർഷനിലാണ്. നിങ്ങൾ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാവും. ഇത് ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. എനിക്ക് അതിൻ്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെ ആയിരിക്കും. എനിവേ, താങ്ക് യു സോണി, താങ്ക് യു. എല്ലാവരും റോ കൊടുക്കുന്ന പോലെ സോണി ഇതിനകത്ത് റോ കൊടുത്തില്ല. കാരണം എല്ലാവരും 12 ബിറ്റ് റോ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തോ, ബാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് ചില കമ്പനീസൊക്കെ റോ ഇറക്കിയിട്ടുള്ളത്. കാരണം അതിൻ്റെ ഫയൽ സൈസ് അത്രത്തോളം ഉണ്ട്. അതൊരു പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. കോമ്പാറ്റബിൾ പ്രൈസിലാണ് വരുന്നതെങ്കിലും ഇത് കോമ്പാറ്റബിൾ പ്രൈസിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ചില ക്യാമറാസ് റോ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സോണി 16 ബിറ്റ് ഇൻറ്റേർണൽ റോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതും കംപ്രസ്ഡ് ആയിട്ടും ചെയ്യാം. അത് LT വേർഷനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ 16 ബിറ്റ് XOZN റോയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാർഡിൽ വലിയൊരു സ്പേസ്, അത് വലിയൊരു കാർഡ് വേണമെന്നില്ല. അതിൻ്റെ ഒരു കറക്റ്റ് FPS 24 FPSനകത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആണ് അതിൻ്റെ ലെങ്ത്ത് കിട്ടുക എന്നുള്ളത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിയോ. അതുപോലെ വെനീസിലെ ഈ ഒരു കൊഡാക്ക് മാത്രമല്ല, വെനീസിലെ മെനു കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. വെനീസിലുള്ളൊരു മെനു സെറ്റിങ്സ് ആൻഡ് ലേ ഔട്ട് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അത് ശരിക്കും ഒരു FX3 യൂസ് ചെയ്ത് വന്ന ഒരാൾ FX5 യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നല്ല മാറ്റം വരും. സോണിയുടെ മെനു സിസ്റ്റം എന്ന് പറയുന്നത് FX3 പോലെയല്ല FX5 എന്തായാലും FX5 കൈ കിട്ടുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും പഠിക്കേണ്ടി വരും. ഈ വെനീസിലും ബുറാനൊക്കെ ഉള്ള ഒരു സെറ്റിങ്സ് പാറ്റേൺ ആണ് ഈ FX5 അവർ കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ നിന്ന് സ്റ്റിൽ മോഡ് അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും
ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം FX3 ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇതിനൊരു സ്റ്റിൽ മോഡെന്ന്. കാരണം അത് ഞാൻ ഈ ഒരു 4 വർഷമായിട്ട് ഞാൻ FX3 യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ ഞാൻ 2 മാത്രമേ ഞാൻ ഒന്ന് ഓർത്തെടുത്ത് നോക്കിയപ്പോൾ 2 മാത്രമേ ഞാൻ അതിൻ്റെ ഫോട്ടോസ് യൂസ് ചെയ്തിട്ടുള്ളൂ, ഫോട്ടോഗ്രാഫി യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന് വേണ്ടി മാത്രം എന്തിനാണ് അതിനകത്ത് ആ പ്രൊസസ്സറിന് ഒരു ഭാരം കൊടുക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും അത് വേണ്ട, FX5 ഫോട്ടോ വേണ്ട, ഫുള്ളി ഒരു സിനിമാറ്റിക് വീഡിയോ ക്യാമറ തന്നെയാണ് FX5. ബോഡി FX3 സെയിം ബോഡിയാണ്. FX3 ഒന്ന് ഫുഡ് കഴിച്ചൊന്ന് തടിച്ച പോലെ ഉണ്ട്, അതായത് കുറച്ച് വിടുത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ക്യാമറ ഒരു യൂസ് ചെയ്ത് റിവ്യൂ പറയുന്നവരൊക്കെ പറയുന്നത് ക്യാമറ ഒരു FX3 പിടിക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു വിടുത്ത് എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരു 5 ഗ്രാമിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉള്ളൂ FX3 FX5 തമ്മിൽ. അതുപോലെ AF മോഡ്, ഇതിനകത്ത് ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ A1 Mark II ആയിക്കോട്ടെ, സോണിയുടെ 7R6 ആയിക്കോട്ടെ, അതിനകത്തൊക്കെ ഉള്ളൊരു AIയുടെ ഹെൽപ്പോട് കൂടിയുള്ള ഒരു AF സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. AF സോണി എന്ന് പറയുന്ന ഓട്ടോ ഫോക്കസിൻ്റെ കാര്യത്തിൽ ഒട്ടും ബാക്കിലല്ല. ഓട്ടോ ഫോക്കസിൻ്റെ കാര്യത്തിൽ സോണി എന്തിനാണ് വെറുതെ ഒരു AI കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം സോണിയുടെ ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ക്യാമറാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് വേറിട്ട് തന്നെ നിൽക്കും. കാരണം ഒരു പടി മുന്നേ തന്നെയാണ് ഓട്ടോ ഫോക്കസ്. അതിനകത്തൊരു AI മേ ബി എന്തോ AI ഫേസ് റെക്കഗ്നീഷനോ അങ്ങനെ എന്തോ ആണ് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. അത് FX3 യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, അന്ന് AIയുടെ ഒരു അവൈലബിലിറ്റി ഇല്ല. ഇന്നത് വന്നപ്പോൾ അതെന്തായാലും ആ ഒരു ഫോക്കസിന് നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ FX3ലും ഫോക്കസ് ഒന്നും ഒട്ടും മോശമല്ല, ബട്ട് AF ഒന്നും കൂടെ ബെറ്ററായി വന്നിട്ടുണ്ട്. മാത്രമല്ല ലോ ലൈറ്റിൽ ഒന്നും കൂടെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ ഇവരത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസ്പ്ലേ അതുപോലെ 3.5 ഇഞ്ചിൻ്റെ ഒരു LCD ഡിസ്പ്ലേ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. പക്ഷെ അത് ഓപ്പൺ ഗേറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് പോകും. കാരണം ഒരു 16:9 സൈസാണ് ഡിസ്പ്ലേ വരുന്നത്. അത് ഓപ്പൺ ഗേറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് മാത്രമായിട്ട് വരുന്ന സമയത്തൊരു സംതിങ് എനിക്കങ്ങനെ തോന്നി അതിൻ്റെ ചില വിഷ്വൽ കണ്ടപ്പോൾ. ബട്ട് അനമോർഫിക്കലി ഇതിനകത്ത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. അതൊന്നുകൂടെ ഒരു OLED ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയില്ല. മേ ബി ഒരു OLED ഡിസ്പ്ലേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയാണ്. അതുപോലെ ഒരു ZR-നകത്ത് പോലുള്ള ഒരു വലിയൊരു ബോഡി ഒന്നുകൂടെ വലുതാക്കിയിട്ട് ആ ഡിസ്പ്ലേ ഒന്നുകൂടെ വലുതാക്കായിരുന്നു എന്നൊക്കെ തോന്നി. ബട്ട് മേ ബി എന്തായാലും ഒരു എക്സ്റ്റേണൽ മോണിറ്റർ ഉപയോഗിക്കാതെ യൂസ് ചെയ്യുന്നത് ചുരുക്കമായിരിക്കും. എന്നാൽ ഗിംബലിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ടോട്ടലി ഈ ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ FX3 നിന്നും FX5 വരുമ്പോൾ FX3 Mark II എന്ന് പേരിട്ടാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു FX3 ഒരു അപ്ഡേഷൻ തന്നെയാണ്, പക്ഷേ അവർ FX3 നിലനിർത്താനുള്ള പ്ലാനാണ്. അതുകൊണ്ടാണ് FX5 ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല FX5 ആര് വാങ്ങിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെഡ്ഡിങ് വീഡിയോഗ്രാഫേഴ്സ് ഇത് വാങ്ങിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ. നിങ്ങൾ 4K ഷൂട്ട് ചെയ്യുന്നത്, അതായത് FX3 ഉപയോഗിച്ച് 4K ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ചോ. FX3 നിന്നും FX5 വരുമ്പോൾ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മെയിൻലി ഇൻറ്റേർണൽ റോ റെക്കോർഡിങ്, അതുപോലെ വെനീസിലെ കൊഡാക്ക് കാര്യങ്ങളൊക്കെ നല്ല മാറ്റമാണ്. ബോഡിയിൽ വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ FX3 ഇറങ്ങുന്ന സമയത്ത് ആളുകളത് വാങ്ങിക്കാൻ ഭയങ്കര ഒരു നെഗറ്റീവ് ഭയങ്കര വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് EVF ഇല്ല, പിന്നെ എങ്ങനെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും, EVF ഇല്ലാതെ എങ്ങനെ നമുക്കൊരു ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചാൽ FX3 ഒരു ഇറങ്ങി ഒരു 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് FX3 മാർക്കറ്റ് ആളുകൾ മനസ്സിലാക്കിയതും FX3 ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു 2 years ബാക്കാണ് FX3 കൂടുതൽ ആളുകൾ ബൈ ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഒക്കെ അതിനൊരു കുറച്ച് നെഗറ്റീവുകൾ വന്നിട്ടുണ്ടായിരുന്നു. EVF ഇല്ലാതെ എങ്ങനെ ഒരു ക്യാമറ, ഒരു കോമ്പാറ്റബിൾ ബോഡിയിൽ EVF ഇല്ലാതെ ഒരു വീഡിയോ എടുക്കാൻ അതിനെങ്ങനെ എക്സ്പോസർ കൺട്രോൾ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊരു നെഗറ്റീവായിട്ട് അന്ന് ആ തുടക്കത്തിലുണ്ടായിരുന്നു. ബട്ട് അത് ഇതിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് ഇത് മാർക്കറ്റ് പിടിച്ചെടുക്കുന്നില്ല കാര്യത്തിൽ നോ ഡൗട്ട്. അതുപോലെ ഇതിനകത്ത് ഒരു EVF എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. അത് ശരിക്കും എനിക്കത്ര ഒരു വലിയൊരു ഫീച്ചറായി തോന്നിയില്ല. കാരണം EVF ഇല്ലാതെ യൂസ് ചെയ്തവർക്ക് അത് മേ ബി അതിന് നീഡ് ഉണ്ടാവില്ല. എനിക്കെന്തായാലും EVF ഉപയോഗിക്കാതെ തന്നെ ഇപ്പോൾ ഇത് ശീലമായതുകൊണ്ട് EVF നോക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഫോട്ടോ എടുക്കുന്ന പോലെ വീഡിയോ ആയിരുന്നോ, അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ബോഡിയുടെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ FX3 ഒരു വിടുത്ത് വരാൻ റീസൺ അതായിരിക്കാമെന്ന് എനിക്ക് തോന്നി. കാരണം അവിടെ ഒരു ഹോളിന് കുറച്ചൊരു HDMI പോർട്ട് പോലെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം FX3 ഒരു വിടുത്ത് കൂടാനുള്ള റീസൺ എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇത് ആരും വാങ്ങിക്കണം എന്ന് ചോദിച്ചാൽ പ്രൊഡക്ഷൻ മേഖലയിലുള്ളവർക്ക് ഇത് അടിപൊളിയായിരിക്കും. വെഡ്ഡിങ് മേഖലയിലുള്ളവർക്ക് ഇത് എടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ 4K ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൺഫേം ഡെഫിനറ്റ്ലി നിങ്ങളിത് എടുത്തോ. വലിയൊരു പ്രൈസ് ചേഞ്ച് ഇല്ല FX3 ഇതൊന്ന്
അപ്ഡേറ്റ് ചെയ്യാം. FX5 എല്ലാവർക്കും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. സോണി ഒട്ടും മോശമാക്കിയിട്ടില്ല. സോണി 5 വർഷത്തിനിപ്പുറം ഇറക്കിയ ഒരു മുതൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. എന്തായാലും ഇനി ഒരു 5 വർഷം കൂടെ FX5 കില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള കമ്പനീസ് ഒന്ന് വരട്ടെ, നോക്കാം. ഞാൻ എന്തായാലും പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. സാധനം കൈ കിട്ടിയതിന് ശേഷം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ തരാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. Alpha.